അലാവുദ്ദീനും അത്ഭുത വിളക്കും ഭാഗം 1. ചൈനയിലെ ഒരു പട്ടണത്തിൽ മുസ്തഫ എന്നു പേരുള്ള ഒരു തുന്നൽക്കാരന് അലാവുദ്ദീൻ എന്നു പേരുള്ള ഒരു പുത്രനുണ്ടായിരുന്നു. അവന് പഠിക്കുന്നതിനോ ജോലി ചെയ്യുന്നതിനോ താല്പര്യമുണ്ടായിരുന്നില്ല. എപ്പോഴും തെരുവ് പിള്ളേരുടെ ഒപ്പം കളിച്ചു നടക്കും. പിതാവ് മരിച്ചിട്ടും അവൻ്റെ സ്വഭാവം മാറിയില്ല. അമ്മ തന്നെ മകനും തനിക്കും വേണ്ടി അധ്വാനിക്കേണ്ടി വന്നു. യാതൊരു ചുമതലാബോധവുമില്ലാത്ത മകനെയോർത്ത് ആ അമ്മ കണ്ണീരൊഴുക്കി. എന്നിട്ടും ഒരു ഫലവും ഉണ്ടായില്ല. ആഹാരത്തിന് സമയമാവുമ്പോൾ മാത്രം അവൻ വീട്ടിലെത്തും. നാളുകൾ കടന്നുപോയി. അലാവുദ്ദീന് 15 വയസ്സ് കഴിഞ്ഞു. ഒരു ദിവസം അവൻ കൂട്ടുകാരോടൊത്ത് ചന്തവാതുക്കൽ കളിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഒരു നാടോടി അവനെ കണ്ടു. മൊറോക്കയിൽ നിന്നും വന്ന ഒരു മാന്ത്രികനായിരുന്നു അത്. പർവ്വതങ്ങളെ പോലും മന്ത്രശക്തി കൊണ്ട് ചലിപ്പിക്കുന്ന ആളായിരുന്നു ആ മാന്ത്രികൻ. ഇവനെ തേടിയാണ് ഞാൻ മൊറോക്കയിൽ നിന്ന് വന്നത്, അയാൾ സ്വയം പറഞ്ഞു. അയാൾ അലാവുദ്ദീൻ അറിയാതെ അവൻ്റെ വീട്ടുകാര്യങ്ങൾ തിരക്കിയറിഞ്ഞു. എന്നിട്ട് അലാവുദ്ദീനെ സമീപിച്ച് അവനെ മാറോടണച്ച് കരയാൻ തുടങ്ങി. നീ എൻ്റെ സഹോദരൻ്റെ മകനാണ്. നിന്റെ പിതാവിനെ ഒരു നോക്ക് കാണാൻ വേണ്ടിയാണ് ഞാൻ ഇത്രയും ദൂരം യാത്ര ചെയ്തത്. പക്ഷേ എനിക്കതിന് ഭാഗ്യമില്ലാതെ പോയല്ലോ കുഞ്ഞേ. അലാവുദ്ദീൻ അത്ഭുതപ്പെട്ട് നിൽക്കുമ്പോൾ അയാൾ തുടർന്നു. മോനെ, രക്തബന്ധത്തിൻ്റെ ശക്തി കൊണ്ടാണ് ഞാൻ നിന്നെ തിരിച്ചറിഞ്ഞത്. ഞാനിവിടുന്ന് പോകുമ്പോൾ എൻ്റെ സഹോദരൻ വിവാഹം കഴിച്ചിരുന്നില്ല. എങ്കിലും എനിക്ക് നിന്നെ മനസ്സിലായല്ലോ. അങ്ങനെ പറഞ്ഞുകൊണ്ട് 10 സ്വർണ്ണ നാണയങ്ങൾ എടുത്ത് അയാൾ അലാവുദ്ദീന് നൽകി. എന്നിട്ട് ഈ വിവരം അമ്മയെ അറിയിക്കാനും പറഞ്ഞു. പക്ഷേ അമ്മയ്ക്ക് അങ്ങനെ ഒരു ചിറ്റപ്പനെ പറ്റി അറിവുണ്ടായിരുന്നില്ല. പിറ്റേ ദിവസം അലാവുദ്ദീൻ കളിക്കുന്ന സ്ഥലത്ത് വീണ്ടും മാന്ത്രികൻ എത്തി. അന്ന് രാത്രിയിൽ താൻ ഭക്ഷണം കഴിക്കാൻ വീട്ടിൽ വരുമെന്ന് അമ്മയോട് പറയാൻ പറഞ്ഞിട്ട് 2 സ്വർണ്ണ നാണയങ്ങൾ കൂടി അയാൾ അലാവുദ്ദീന് കൊടുത്തു. അലാവുദ്ദീൻ ചിറ്റപ്പൻ പറഞ്ഞ വിവരങ്ങൾ അമ്മയെ അറിയിച്ചു. താൻ അറിയാത്ത സഹോദരന്മാർ തൻ്റെ ഭർത്താവിനുണ്ടായിരിക്കാം എന്ന് വിചാരിച്ചുകൊണ്ട് അവർ അയാൾക്കായി നല്ല ഭക്ഷണം ഒരുക്കി. താമസിയാതെ മാന്ത്രികൻ ഒരു കുട്ട നിറയെ ഭക്ഷണ സാമഗ്രികളും പഴങ്ങളുമായി അവിടെ എത്തിച്ചേർന്നു. അലാവുദ്ദീൻ്റെ പിതാവിൻ്റെ ഇരിപ്പിടത്തിൽ മുട്ടുകുത്തി ചുംബിച്ച് അയാൾ തേങ്ങിക്കരഞ്ഞു. ഒടുവിൽ അലാവുദ്ദീൻ്റെ അമ്മ അയാളെ ആശ്വസിപ്പിച്ചു. ഭക്ഷണം കഴിക്കുമ്പോൾ മാന്ത്രികൻ അയാളുടെ വിവരങ്ങളൊക്കെ പറഞ്ഞു. 40 വർഷമായി ഞാൻ രാജ്യം വിട്ടിട്ട്. നിങ്ങൾ എന്നെ കണ്ടിട്ടില്ലാത്തതിൽ അത്ഭുതമൊന്നുമില്ല. നിനക്ക് പണിയൊന്നും ആയില്ലേ? അയാൾ അലാവുദ്ദീനോട് ചോദിച്ചു. അലാവുദ്ദീൻ പണിയൊന്നും എടുക്കാതെ അലസമായി നടക്കുകയാണെന്ന് അവൻ്റെ അമ്മ കരഞ്ഞുകൊണ്ട് പറഞ്ഞു. മന്ത്രവാദി അലാവുദ്ദീനു വേണ്ടി ഒരു കടയും അതിലേക്ക് ആവശ്യമുള്ള ചരക്കും വാങ്ങിക്കൊടുക്കാമെന്ന് പറഞ്ഞു. അലാവുദ്ദീന് ആ പദ്ധതി ഇഷ്ടപ്പെട്ടു. പിറ്റേന്ന് രാവിലെ മാന്ത്രികൻ അലാവുദ്ദീന് നല്ല ഉടുപ്പ് വാങ്ങിക്കൊടുത്തു. പട്ടണം മുഴുവൻ അന്നവർ കറങ്ങി നടന്നു. സന്ധ്യയായതോടെ വീട്ടിലേക്ക് മടങ്ങുകയും ചെയ്തു. അലാവുദ്ദീൻ്റെ അമ്മയ്ക്ക് അവൻ്റെ പട്ടുകുപ്പായം കണ്ടപ്പോൾ വലിയ സന്തോഷമായി. അടുത്ത ദിവസം മാന്ത്രികൻ പട്ടണത്തിന് വെളിയിലുള്ള ഒരു പൂന്തോട്ടത്തിലേക്കാണ് അലാവുദ്ദീനെ കൊണ്ടുപോയത്. തോട്ടത്തിലിരുന്ന് മന്ത്രവാദിയുടെ കയ്യിലെ അപ്പം 2 പേരും കൂടി തിന്നു. എന്നിട്ടവർ വീണ്ടും യാത്ര തുടർന്നു. ഒരു പർവ്വതത്തിനടുത്തുവരെ അവരെത്തി. ഒരടി കൂടി നടക്കാൻ കഴിയാത്തവണ്ണം അലാവുദ്ദീൻ്റെ കാലു കഴച്ചു. എങ്ങനെയെങ്കിലും തിരിച്ചു പോകണമെന്ന് അവൻ ആഗ്രഹിച്ചു. എങ്കിലും മന്ത്രവാദി അത്ഭുത കഥകൾ പറഞ്ഞ് അവനെ മുന്നോട്ട് കൊണ്ടുപോയി. അവസാനം അവരൊരു മലയിടുക്കിൽ എത്തിച്ചേർന്നു. അപ്പോൾ മന്ത്രവാദി പറഞ്ഞു, ഇനി നമ്മൾ എങ്ങോട്ടും പോകുന്നില്ല. നീ കുറച്ച് വിറക് ശേഖരിക്കൂ. ഞാനൊരു അത്ഭുത കാഴ്ച കാണിച്ചു തരാം. അലാവുദ്ദീൻ പെറുക്കിക്കൊണ്ടുവന്ന വിറക് കൊണ്ട് അയാൾ തീ കൂട്ടി. അതാളിക്കത്തി. മാന്ത്രികൻ ഏതോ മന്ത്രം ചൊല്ലി. അല്പം പൊടി വാരി വിതറി. ഭൂമി കിടുകിട വിറച്ചു. അവരുടെ മുന്നിൽ ഭൂമി പിളർന്ന് ഒരു ദ്വാരം തുറന്നു വന്നു. ആ ദ്വാരത്തിന് നടുവിൽ പിച്ചള വളയവും കണ്ണാടിയുമുള്ള ഒരു മാർബിൾ പലകയും കാണാൻ സാധിച്ചു. ഇതൊക്കെ കണ്ട് അലാവുദ്ദീൻ അവിടെ നിന്ന് പേടിച്ചോടി. മന്ത്രവാദി അവനെ പിടിച്ചുകൊണ്ടുവന്ന് ചെകിട്ടത്ത് ഒരടി കൊടുത്തു. അവൻ ബോധം കെട്ട് നിലത്ത് വീണു. അല്പം കഴിഞ്ഞ് വാത്സല്യത്തോടെ അവനെ ഉണർത്തിയതിനു ശേഷം മന്ത്രവാദി അവനോട് പറഞ്ഞു, നീ പേടിക്കണ്ട. ഞാൻ പറയുന്നത് അനുസരിച്ചാൽ മതി. എൻ്റെ മാന്ത്രിക ശക്തി കൊണ്ട് ഭൂമി പിളരുന്നത് നീ കണ്ടില്ലേ? ഈ കല്ലിനടിയിൽ ഒരു വലിയ നിധിയുണ്ട്. അത് നിനക്ക് കിട്ടും.
നിനക്ക് മാത്രമേ അത് തൊടാൻ അധികാരമുള്ളൂ. അതുകൊണ്ട് നീ ഞാൻ പറയുന്നത് അതേപടി അനുസരിക്കണം. ആ മാർബിൾ പലകയിലെ വളയത്തിൽ പിടിച്ച് നിന്റെ പിതാവിൻ്റെയും പിതാമഹൻ്റെയും പേരുച്ചരിക്കുക. അപ്പോൾ ആ പലക നീങ്ങിക്കിട്ടും. നിധി എന്ന് കേട്ടപ്പോൾ അലാവുദ്ദീൻ ക്ഷീണവും വേദനയും പേടിയുമൊക്കെ മറന്നു. അവൻ മന്ത്രവാദി പറഞ്ഞതനുസരിച്ച് മാർബിൾ പലകയിലെ വളയത്തിൽ പിടിച്ചു വലിച്ചുകൊണ്ട് തൻ്റെ പിതാവിൻ്റെയും പിതാമഹൻ്റെയും പേരുച്ചരിച്ചു. പലക പെട്ടെന്ന് നീങ്ങി. പലകയ്ക്കടിയിൽ കൽപ്പടവുകൾ താഴേക്ക് പോകുന്നത് അവൻ കണ്ടു. ആ ഗുഹയിലേക്ക് ഇറങ്ങിക്കോളൂ. പടികൾ അവസാനിക്കുന്നിടത്ത് ഒരു വാതിൽ കാണും. നീ ചെല്ലുമ്പോൾ ആ വാതിൽ തനിയെ തുറന്നുകൊള്ളും. ആ വാതിൽ കടന്നു ചെല്ലുമ്പോൾ 3 മുറികൾ കാണാം. നിന്റെ വസ്ത്രം ഉയർത്തിപ്പിടിച്ച് ആ മുറിയിൽ കൂടി കടക്കണം. അപ്പോൾ കുറച്ച് ഭരണികൾ കാണാം. സ്വർണം നിറച്ച ഭരണികളാണത്. അതിലൊന്നും നീ തൊടരുത്. അതിൽ തൊട്ടാൽ ഉടനെ നീ ഒരു കറുത്ത കല്ലായി മാറും. മുറികൾ കടന്നാൽ ഒരു പഴത്തോട്ടം കാണാം. അവിടെ തങ്ങി നിൽക്കാതെ നേരെ നടക്കണം. അവിടെ ഒരു വെൺമാടം കാണും. അവിടെ ഒരു ചെമ്പ് വിളക്ക് കത്തി നിൽക്കുന്നുണ്ട്. ആ തിരികെടുത്തി എണ്ണ ഊറ്റിക്കളയണം. എന്നിട്ട് അതെടുത്ത് നിന്റെ മാറിൽ ഒളിച്ചു വെക്കണം. എന്നിട്ട് അതുമായി എൻ്റെ അടുക്കലേക്ക് വരണം. പിന്നെ നാം എന്നേക്കും ധനികരായിരിക്കും. മാന്ത്രികൻ തൻ്റെ വിരലിൽ നിന്ന് ഒരു മോതിരമൂരി അവൻ്റെ കയ്യിൽ ഇട്ടുകൊടുത്തു. എന്നിട്ട് പറഞ്ഞു, എന്തെങ്കിലും ആപത്തുണ്ടായാൽ ഈ മോതിരം നിന്നെ രക്ഷിക്കും. അലാവുദ്ദീൻ പടികൾ ഇറങ്ങി താഴേക്ക് പോയി. അവൻ മുറികൾ കടന്ന് വെൺമാടത്തിലെത്തി. എണ്ണ ഊറ്റിക്കളഞ്ഞ് ആ വിളക്കെടുത്തു. എന്നിട്ട് തിരിച്ചു നടന്നു. തിരിച്ചു വരുന്ന വഴി ചില പഴങ്ങളൊക്കെ പറിച്ച് വസ്ത്രത്തിൽ നിറച്ചിട്ട് ശ്രദ്ധാപൂർവം വാതിൽ കടന്ന് മുകളിലേക്കുള്ള കോണിപ്പടി കയറി ഗുഹാമുഖത്തെത്തി. എവിടെ വിളക്ക്? മന്ത്രവാദി അക്ഷമനായി ചോദിച്ചു. എന്നെ മുകളിലേക്ക് പിടിച്ചു കയറ്റൂ, എന്നിട്ടേ വിളക്കെടുക്കാൻ പറ്റൂ, അലാവുദ്ദീൻ പറഞ്ഞു. വിളക്ക് കൊടുക്കാനുള്ള മടി കൊണ്ടാണ് അവൻ അങ്ങനെ പറയുന്നതെന്ന് തെറ്റിദ്ധരിച്ച മന്ത്രവാദിക്ക് കോപം വന്നു. നീ നിന്റെ വിധി അനുസരിച്ച് തുലയട്ടെ എന്നാക്രോശിച്ചുകൊണ്ട് അയാൾ തൻ്റെ മാന്ത്രിക വിദ്യ ഉപയോഗിച്ച് ഗുഹ അടച്ചു. പാവം അലാവുദ്ദീൻ ഗുഹയ്ക്കുള്ളിലുമായി. മാന്ത്രിക ഗ്രന്ഥങ്ങളിൽ നിന്നാണ് തന്നെ ഈ ലോക സാമ്രാട്ടാക്കാൻ കഴിവുള്ള ഈ മാന്ത്രിക വിളക്കിനെ പറ്റി അയാൾ മനസ്സിലാക്കിയത്. അത് ചൈനയിലെ കോലോകാംബെ എന്ന നഗരത്തിലെ ഗുഹയിലാണെന്ന് മനസ്സിലാക്കിയ അയാൾ ആ സ്ഥലം കണ്ടുപിടിച്ചു. മുസ്തഫായുടെ മകൻ അലാവുദ്ദീൻ്റെ നാമത്തിലാണ് ആ വിളക്ക് സ്ഥിതി ചെയ്യുന്നതെന്ന് ജ്യോതിഷത്താൽ ഗ്രഹിച്ച അയാൾ വിളക്കെടുക്കുവാൻ അലാവുദ്ദീനെയും കണ്ടുപിടിച്ചു. വിളക്ക് കയ്യിൽ കിട്ടിയാൽ ഉടനെ അവനെ വധിക്കാനായിരുന്നു അയാളുടെ തീരുമാനം. വിളക്ക് കൈക്കലാക്കാൻ കഴിയാത്തതിനാൽ ദേഷ്യത്തോടെ മന്ത്രവാദി തൻ്റെ നാട്ടിലേക്ക് മടങ്ങിപ്പോയി. അടഞ്ഞ ഗുഹയ്ക്കുള്ളിൽ നിന്ന് അലാവുദ്ദീൻ അലറിക്കരഞ്ഞു. ഒടുവിൽ അവൻ കരഞ്ഞ് കരഞ്ഞ് ഗുഹയ്ക്കുള്ളിൽ കിടന്നു. ഒരു ദിവസം കഴിഞ്ഞു. വിശപ്പ് അവനെ ആകെ തളർത്തി. ജീവിതത്തിൽ ആദ്യമായി അവൻ തൻ്റെ അമ്മയെക്കുറിച്ച് ഓർത്തു. അമ്മയോട് താൻ കാണിച്ച ക്രൂരതകളെക്കുറിച്ചോർത്ത് പശ്ചാത്തപിച്ചു. മരണത്തെ മുന്നിൽ കണ്ട അവൻ കൈകൾ നെഞ്ചിൽ ചേർത്ത് പ്രാർത്ഥിച്ചു. യാദൃശ്ചികമായി ഇടത് കൈവിരൽ ആ മാന്ത്രികൻ കൊടുത്ത മോതിരത്തിൽ ഉരസി. പെട്ടെന്ന് ഭീമാകാരനായ ഒരു ഭൂതം അവൻ്റെ മുന്നിൽ വന്നു. എന്നിട്ട് അവനോട് പറഞ്ഞു, ഞാൻ മോതിരത്തിൻ്റെയും അതിൻ്റെ ഉടമസ്ഥൻ്റെയും അടിമയാണ് പ്രഭു. അങ്ങേക്ക് എന്താണ് വേണ്ടത്? പറയൂ.